ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2014 ഒരു ഹൊറർ സ്ലാഷർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ചാർലീസ് ഫാം എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഈ വെറുതെ ഇരിക്കുന്ന ഒരുത്തനെ പോയി തോണ്ടിയിട്ട് തിരിച്ച് നല്ലതുപോലെ പണി വാങ്ങുന്ന ആളുകളുണ്ടല്ലോ, അതുപോലെ ഇവിടെയും ഒരു 4 പേര് സമാധാനമായിട്ടിരിക്കുന്ന ഒരു സൈക്കോയെ ചൊറിയാനായിട്ട് ചെന്നു. സൈക്കോ തിരിച്ചാണെങ്കിലോ അള്ളുകയും മാന്തുകയും അങ്ങനെ ഒന്നും ചെയ്തില്ല. ചെയ്തത് വേറെ ചില കാര്യങ്ങളാണ്. അതെന്താണെന്ന് നിങ്ങൾ ഈ ഒരു മൂവി കണ്ടു തന്നെ മനസ്സിലാക്കുക. അപ്പോൾ അധികം താമസിക്കാതെ നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു മൂവിയുടെ തുടക്കത്തിലെ ഒരു പഴയ വീട്, അതിനുള്ള ഒരാള് മറ്റൊരാളെ ഫോളോ ചെയ്യുന്നു. അതുപോലെ അയാൾ നടക്കുന്നതിനടിയിലൂടെ വേറൊരാളിങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് പോകുന്നുണ്ട്. അതൊരു പയ്യനാണ്. ഇവനായാലും പേടിച്ച് അവസാനം ഒരു പെണ്ണിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ആ ഒരു പെണ്ണായാലും അവനോട് ചോദിക്കുന്നുണ്ട്, അയാൾ മരിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, അയാൾ മരിച്ചില്ല, പക്ഷെ നമ്മുടെ കൂടെ വന്ന എല്ലാവരും മരിച്ചുപോയി. അപ്പോഴേക്കും അവളാണെങ്കിലും പെട്ടെന്ന് പേടിച്ച് കരയാൻ തുടങ്ങും. അപ്പോൾ അവനാണെങ്കിലോ മിണ്ടാതിരിക്കുന്നു പറഞ്ഞിട്ട് അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. ആ ഒരു സമയത്താണ് ഇതിന്റെ മുകളിലൂടെ ആരോ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോഴും അവൻ പറയുന്നുണ്ട്, മിണ്ടാതിരിക്കി, അവൻ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ കൊല്ലും എന്നും പറഞ്ഞിട്ട് അവളെ സമാധാനിപ്പിച്ച് ഞാൻ എന്തെങ്കിലും ആയുധം കിട്ടുമില്ലേ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇതിന് മുകളിലേക്ക് തലയെത്തി ഇങ്ങനെ നോക്കുന്നതും ഓക്കെ ഒരായുധം കിട്ടിയിട്ടുണ്ട് വാന്നും പറഞ്ഞ് ആ ഒരു പെണ്ണിനെ വിളിക്കുമ്പോ പെട്ടെന്ന് അവന്റെ തല ആരോ അറുത്തെടുത്തുണ്ടെങ്കിൽ പോവാണ്. ഇവിടെ താഴെ ഇരിക്കുമ്പോ അവന്റെ തല എടുത്ത് അവളുടെ അടുത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കും. ഇതുകൂടി കണ്ട ആ ഒരു പെണ്ണ് പേടിച്ച് മറ്റൊരു വശത്തേക്ക് പോകുമ്പോഴത്തേക്കാണ് ഒരു വലിയ വാള് അവളുടെ വയറിലേക്ക് കുത്തിയും കയറുന്നു. എന്താന്ന് വെച്ചാൽ ആ ഒരു പെണ്ണിനെ അവിടെ വെച്ച് കൊന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ഒരു 4 സുഹൃത്തുക്കളാണ്: നത്താഷ, മെലനി, മൈക്ക്, ജെയ്സൺ. ഇപ്പൊ ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു ട്രിപ്പ് പോകാനായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യാണ്. അപ്പോഴാണ് ജെയ്സൺ പറയുന്നത്, ശരി അങ്ങനെയാണെങ്കിൽ നമുക്ക് ബീച്ചിൽ പോയാലോ. അപ്പൊ മൈക്ക് പറയും, അതെല്ലാം ഒരുപാട് തവണ നമ്മൾ പോയതല്ലേ, എവിടെയാണ് പോകേണ്ടതെന്ന് എനിക്കറിയാം. അല്ല എവിടെയാ? ചാർലീസ് ഫാം. നല്ലതുപോലെ പേടിപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. അതുപോലെ ആ ഒരു സ്ഥലത്തെ പറ്റി അതെല്ലാം സത്യമാണോ ഇല്ലയോ എന്നെല്ലാം നമുക്ക് അവിടെ പോയി കണ്ടുപിടിക്കാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അതുപോലെ 1988 ആ ഒരു ഗ്രാമത്തിൽ ജീവിച്ചിരുന്ന ഒരു ഫാമിലിയെ ആ ഗ്രാമത്തിലുള്ള എല്ലാവരും കൂടി ചേർന്ന് കൊന്നതായിട്ടും ഒരു കഥയുണ്ട്. അതുപോലെ ചാർലീസ് ഫാം സ്ഥിതി ചെയ്യുന്നത് തന്നെ ഒരു വലിയ കൃഷിയിടത്തിലാണ്. അവിടെ പോയി നമ്മൾ ക്യാമ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പൊ ഇത് കേൾക്കുന്ന നമ്മുടെ ജെയ്സൺ പറയും, ശരി അങ്ങനെയാണെങ്കിൽ നത്താഷയോടും മെലിനോടും ഈ ഒരു കാര്യം എന്തായാലും പറയണ്ട, അവിടെ ചെന്നിട്ട് അവർക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് നത്താഷയോട് പറയും, നത്താഷ ഞങ്ങൾ സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നത്താഷ മെലിൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരു പെണ്ണ്, ഇവരുടെ കൂടെയുള്ള വേറൊരു പെണ്ണുണ്ട്, അവളെ കൂടി വിളിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞ അടുത്ത ദിവസം നമ്മുടെ മെലിനും ഇവരോടൊപ്പം വന്ന് ജോയിൻ ചെയ്യാണ്. മെലിനെ കാണുമ്പോൾ തന്നെ മൈക്കുണ്ടല്ലോ അവന് നല്ല സന്തോഷം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും അവരുടെ വണ്ടി എടുത്ത് ചാർലീസ് ഫാം എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നു. അങ്ങനെ ഒരുപാട് നേരത്തെ യാത്ര കഴിഞ്ഞിട്ട് നല്ലതുപോലെ ക്ഷീണിച്ചത് കൊണ്ട് തന്നെ അടുത്തൊരു ബാറുണ്ട്. അവിടേക്ക് കയറി കുറച്ചു നേരം ഇരുന്നിട്ട് ഇവർക്കിപ്പോൾ ഒരു ചാർലീസ് ഫാം എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ടുള്ള വഴി അറിയത്തില്ല. അപ്പൊ ആ ഒരു ബാറിലുള്ളവരോട് ചോദിക്കുന്നുണ്ട്, അല്ല ഈ ഒരു ചാർലീസ് ഫാം അതെവിടെയാണെന്ന് ആർക്കെങ്കിലും അറിയോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവിടെയുള്ള എല്ലാവരും ഒരു വല്ലാത്ത രീതിയിൽ ഇവരെ ഇങ്ങനെ നോക്കുന്നു. ഷടാ ഇവരോട് ചോദിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ അടുത്തുള്ളൊരു അപ്പൂപ്പനുണ്ട്. അപ്പൂപ്പന്റെ അടുത്തേക്ക് ചെന്ന, അപ്പൂപ്പ നിങ്ങൾ ഈ ഒരു സ്ഥലക്കാരനല്ലേ, ശരി ഈ ചാർലീസ് ഫാം എന്ന് പറഞ്ഞ സ്ഥലം എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ വീണ്ടും അവരെല്ലാവരും ഇവിടെ തന്നെ നോക്കാണ്. അപ്പോൾ നത്താഷയ്ക്കും മെലിനും എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ നോക്കുന്നത് എന്നറിയത്തില്ല. അപ്പോഴേക്കും ആ ഒരു അപ്പൂപ്പൻ മൈക്കിനോട് ചോദിക്കും, ശരി നിങ്ങൾ എന്തായാലും ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ മൈക്ക് പറയും, ഇല്ലില്ല ഞങ്ങൾ അവിടേക്ക് പോകുന്നില്ല, ആ ഒരു സ്ഥലത്തെ പറ്റി അറിയാൻ വേണ്ടിട്ട് ചോദിച്ചാണെന്ന് പറയുമ്പോൾ അപ്പൂപ്പൻ പറയും, ആ ഒരു സ്ഥലത്തേക്ക് പോയിട്ട് നിങ്ങൾക്ക് കാണാനൊന്നും അങ്ങനെ ഒന്നുമില്ല, അതുകൊണ്ട് നിങ്ങൾ വന്ന വഴി തന്നെ തിരിച്ചു പോകുന്നതായിരിക്കും നല്ലത് എന്നുള്ള രീതിയിൽ ദേഷിച്ച് സംസാരിക്കും. അപ്പോഴേക്കും നത്താഷ ഇതെല്ലാം കേട്ടിട്ട് അപ്പൂപ്പനോട് ചോദിക്കും, അല്ല അപ്പൂപ്പ ഈ ഒരു ചാർലീസ് ഫാം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്തായാലും കുട്ടികളാണ്, അതൊന്നും മനസ്സിലാക്കാനായിട്ട് സമയമായിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ വന്ന വഴി തന്നെ തിരിച്ചു പോവുക, അതാണെന്ന് പറയുമ്പോൾ നത്താഷ ജെയ്സനോട് ചോദിക്കും, ജെയ്സൺ എന്തുകൊണ്ട് ഇയാൾ ഇങ്ങനെ പറയുന്നത്, എന്തുകൊണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ജെയ്സനും അവളോട് മറുപടി ഒന്നും പറയുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും വെളിയിലേക്ക് വരുമ്പോഴത്തേക്കും മെലിനായാലും ഇവരോട് ചോദിക്കുന്നുണ്ട്, അല്ല ഈ ഒരു ചാർലീസ് ഫാം എന്താ, നിങ്ങൾ രണ്ടുപേരും എന്തോ ഒരു കാര്യം ഞങ്ങളിൽ നിന്ന് മറക്കുന്നുണ്ട്. ഈ ഒരു ബാറിലുള്ളവർ ആ ഒരു പേര് കേട്ടപ്പോൾ നമ്മളെ വല്ലാണ്ട് നോക്കി, എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഇവർ പറയും, ഓക്കെ അതെന്തായാലും നിങ്ങളോട് പറയാം, നമുക്കിപ്പോ എന്തായാലും കിടക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം കണ്ടുപിടിക്കാം എന്നിങ്ങനെ പറയുമ്പോൾ ഈ ബാറിനകത്ത് നിന്ന് ഒരുത്തൻ വെളിയിലേക്ക് ഇറങ്ങി വന്നിട്ട് അതിനകത്ത് വെച്ച് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ്, ചാർലീസ് ഫാമിനെയും കാട്ടി നല്ല സ്ഥലങ്ങൾ വേറെ ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്, അതൊക്കെ പോയി കണ്ടൂടെ, ദയവ് ചെയ്ത് നിങ്ങൾ ആ ഒരു സ്ഥലത്തേക്ക് മാത്രം പോകരുതെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന മൈക്ക് ഉണ്ടല്ലോ അവൻ ഇത്തിരി അഹങ്കാരം കൂടുതലാണ്. അവനിപ്പോ മെലിന്റെ മുന്നിൽ ആളാവാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ അവിടെ തന്നെ പോവും, നിങ്ങളുടെ കെട്ടുകഥ കേട്ടിട്ട് പേടിക്കാനൊന്നും ഞങ്ങളെ കിട്ടത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇവൻ ഇങ്ങനെ ദേഷ്യപ്പെടുമ്പോൾ ഒരുത്തൻ നല്ല കാര്യം പറയാൻ വന്നാലും കേൾക്കത്തില്ല മണ്ടൻ, എന്തായാലും പോയി അനുഭവിക്കട്ടെ. അപ്പൊ ഈ ഒരു ശബ്ദം കേട്ട് ബാറിനകത്തുള്ള എല്ലാവരും വെളിയിലേക്ക് വന്ന് നോക്കുമ്പോൾ ഇവരായാലും വണ്ടി എടുത്തിട്ട് നിങ്ങൾ പറയുന്ന ആ ഒരു സ്ഥലത്തേക്ക് തന്നെ ഞങ്ങൾ പോവും എന്ന് പറഞ്ഞിട്ട് ഇവർ പോകുമ്പോഴത്തേക്കും അവരുടെ മനസ്സിൽ എന്താണ്, ഓക്കെ പോയിക്കോ പോയി ചാവ് എന്നുള്ള രീതിയിൽ മാത്രമേ ഇവർ ചിന്തിക്കത്തുള്ളൂ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും ഒരിടത്തേക്ക് വന്ന് തീയെല്ലാം കൂട്ടിയിട്ടിട്ട് അവിടെ ടെന്റെല്ലാം അടിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് നത്താഷയും മെലിനിയും, ഓക്കെ ഇനിയെങ്കിലും പറയേ ചാർലീസ് ഫാം അവിടെ എന്താ പ്രത്യേകത, എന്തുകൊണ്ടാണ് എല്ലാവരും അത് കാണുമ്പോൾ പേടിക്കുന്നേ എന്നെല്ലാം ചോദിക്കുമ്പോൾ നമ്മുടെ മൈക്കായാലും ഓക്കെ ഞാൻ എന്തായാലും പറയാം, എനിക്കറിയാവുന്ന ഞാൻ കേട്ടിട്ടുള്ള ചില കാര്യങ്ങൾ. 80കളുടെ കാലഘട്ടത്തിൽ അവിടെ ഒരു ഫാമിലി താമസിച്ചിരുന്നു. ജോൺ മെലഡിക് വിൽസൺ എന്നായിരുന്നു അവരുടെ പേര്.
അതിൽ ജോൺ എന്ന് പറഞ്ഞ അയാൾ ഒരു കർഷകനും അയാൾക്ക് ചാർലി എന്ന് പറഞ്ഞ ഒരു മകനും ഉണ്ടായിരുന്നു. സത്യത്തിൽ ജോൺ ഒരു അമേരിക്കക്കാരനാണ്. അതിൽ ജോൺ ആണെങ്കിലോ ഒരു സൈക്കോ സ്വഭാവമുള്ള ഒരാളായിരുന്നു. അവരുടെ കൃഷിയിടം കാണാവുന്ന ടൂറിസ്റ്റുകളെ കൊന്ന് അവരുടെ ശരീരം വെട്ടിമുറിച്ച് ആ ഭാര്യയും ഭർത്താവും കഴിക്കുമായിരുന്നു. അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു കുടുംബത്തെ ഇപ്പൊ കാണിക്കുന്നുണ്ട്. ആ ഭാര്യയും ഭർത്താവും മനുഷ്യമാംസം തിന്നുന്നവർ തന്നെയാണ്. അതുപോലെ ഇപ്പൊ അവരുടെ റൂമിനകത്ത് ഒരു പെണ്ണെ കെട്ടിയിട്ടേക്കുന്നു. അതിനടുത്തായിട്ട് ചാർലി എന്ന് പറഞ്ഞ ആ ഒരു ചെറിയ പയ്യൻ മുഖമല്ല എന്തോ വെന്തതുപോലെ. ഇവളാണെങ്കിലും അലറി വിളിച്ചിങ്ങനെ കരയാൻ തുടങ്ങുമ്പോ അപ്പൊ ഇത് കേൾക്കുന്ന ആ ഒരു ഭാര്യ പറയും, ഇനി ആ ഒരു പെണ്ണെ വെച്ചോണ്ടിരിക്കണോ, അങ്ങ് കൊന്നേക്കെന്ന് പറയുമ്പോ ആ ഒരു ഭർത്താവായാലും നേരെ അകത്തേക്ക് വന്നിട്ട്, ഏയ് വെറുതെ ഇരുന്ന് കരയാതെ, നിന്റെ ബോയ് ഫ്രണ്ട് ആണോ ക്ലെവർ? അവന് ഞങ്ങള് കുറച്ചു നേരത്തെ തന്നെ കൊന്ന് കഴിച്ചതേ ഉള്ളൂ. അതുപോലെ കൊല്ലുന്ന സമയത്ത് അവൻ ഒരു പെണ്ണിനെ പോലെ കിടന്ന് കരയുമായിരുന്നു എന്നും പറഞ്ഞിട്ട് ഈ ഒരു പെണ്ണിനെ അവൻ കളിയാക്കുന്നുണ്ട്. എന്നിട്ട് പറയും, ഏയ് നീ ഇങ്ങനെ ബഹളം വെക്കരുത്, എന്റെ ഭാര്യയ്ക്ക് അത് ഒട്ടും ഇഷ്ടമല്ല, അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് തന്നെ അറിയാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോ ആ ഒരു പെണ്ണ് പറയും, ഓ അപ്പോ നീ എന്നെ ഇവിടെ കെട്ടിയിടുന്നതിന് മുന്നേ എന്നെ റേപ്പും കൂടി ചെയ്തു, എന്നിട്ട് നിനക്ക് മതിയായില്ലേ എന്നെല്ലാം ചോദിക്കുമ്പോ കൊല്ലുന്നതിന് മുന്നേ തന്നെ യോമാരി എന്തൊക്കെ ക്രൂരതകൾ ചെയ്യാൻ കഴിയോ അതെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കാണ് ഇതെല്ലാം കേട്ട നമ്മുടെ മേലിൻ മൈക്കിനോട് പറയുന്നത്, ഹേ മൈക്ക്, ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുന്നതാണോ? ഇതൊക്കെ വെറും കെട്ടുകഥകളാന്ന് പറയുമ്പോൾ ജെയ്സൺ പറയും, ഒരിക്കലും അല്ല, ഇതെല്ലാം റിയൽ ആയിട്ടുള്ള കഥയാണ്. അതുകൊണ്ടാണ് ആ ഒരു ബാറിലുള്ളവർ നമ്മളോട് ദേഷ്യപ്പെട്ടത്. അല്ല മൈക്ക്, നീ ബാക്കി കഥ പറഞ്ഞു എന്ന് പറയുമ്പോൾ ഓക്കെ. അങ്ങനെ ആ ഒരു വിനോദസഞ്ചാരികളെല്ലാം കൊന്നിട്ട് കുറെ നേരം കഴിയുമ്പോഴത്തേക്കും ഇവരുടെ വീടിന് വെളിയിൽ ഈ ഒരു ഗ്രാമത്തിലെ ആളുകളെല്ലാം തടിച്ചുകൂടി. കാരണം എന്താണെന്നറിയോ, ഈ ഒരു കുടുംബം മനുഷ്യരെ കൊന്നു തിന്നുന്നു എന്നുള്ള കാര്യം ആ ഒരു ഗ്രാമത്തിലുള്ളവർക്ക് മനസ്സിലായി. അപ്പോഴേക്ക് ഇവര് രണ്ടുപേരും പറയും, ഹേയ് നിങ്ങൾ എന്തായി പറയുന്നത്, ഞങ്ങൾ വെറും കർഷകരാണ്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്റെ വീട്ടുമുറ്റത്തൊന്നും പറയരുത്, ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് പോണെന്ന് പറഞ്ഞിട്ട് ഇവര് രണ്ടുപേരും കൂടി ഒരുപാട് തെറിയെല്ലാം പറഞ്ഞ് ഇവരെ ഓടിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ നാട്ടുകാർ പറയും, നിങ്ങൾ പറയുന്നത് എന്തായാലും ഞങ്ങൾ വിശ്വസിക്കാൻ പോകുന്നില്ല, അതുകൊണ്ട് നിങ്ങളുടെ മണ്ടൻ മകൻ അവനെങ്ങ് വിളിക്കാൻ പറയുമ്പോ അപ്പൊ ഇത് കേൾക്കുന്ന ചാർലിയുടെ അമ്മയ്ക്ക് നല്ല ദേഷ്യം വന്നിട്ട്, ഇനി ഒരു തവണ കൂടി എന്റെ മകനെ ആരെങ്കിലും ഒരാൾ അങ്ങനെ വിളിച്ചു കഴിഞ്ഞാല് അവരുടെ തല ഞാൻ വെട്ടിക്കളയും എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് മുന്നിലേക്ക് വന്ന് നിൽക്കാണ്. എന്നിട്ട് ഇവരോടായാലും പറയുന്നുണ്ട്, നിങ്ങളെ എല്ലാവരെയും ഞാൻ കൊല്ലും, അതുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയുന്നതും ആ ഒരു നാട്ടുകാരിലൊരാള് പെട്ടെന്ന് അവരുടെ ഭർത്താവിന്റെ തലയിലേക്ക് ഷൂട്ട് ചെയ്ത് അയാളെ കൊല്ലുകയാണ്. ഇതുകൂടി ആവുന്നതും ആ ഒരു അമ്മയുണ്ടല്ലോ, അവര് പെട്ടെന്ന് വീടിനകത്തേക്ക് പേടിച്ച് ഓടിക്കയറിയിട്ട് അവരുടെ മകനായിട്ടുള്ള ചാർലിയെ വിളിച്ച് വീടിന് പുറകിലേക്ക് ഇങ്ങനെ കൊണ്ടുപോവാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് നമ്മുടെ മൈക്ക് പറയുന്നത്, ഇത്ര മാത്രമേ എനിക്കറിയത്തുള്ളൂ, അതിനുശേഷം അവർ അമ്മയും മകനെയും ആ ഒരു നാട്ടുകാർ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ അവരുടെ വീടിനുള്ളിൽ നിന്നും ഒരുപാട് പേരുടെ ശരീരവും ആ ഒരു സമയത്ത് കണ്ടെടുത്തിരുന്നു. ഇത്ര മാത്രമേ എനിക്കറിയത്തുള്ളൂ. അതുകൊണ്ട് നമ്മളിപ്പോ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാല് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം സത്യമാണോ ഇല്ലയെന്ന് കണ്ടുപിടിക്കാൻ പോവാണ്. അങ്ങനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു നാട്ടുകാര് അവര് പറഞ്ഞതെല്ലാം വെറും കെട്ടുകഥകളാണെങ്കിലോ, അപ്പൊ ഈ ഒരു കാരണങ്ങൾ കൊണ്ടാണ് അവിടേക്ക് പോകാന്ന് ഞങ്ങൾ തീരുമാനിച്ചത് എന്ന് പറയുമ്പോൾ ഇത് കേട്ട നതാഷ ആയാലും, അല്ല ഗായ്സ് നമുക്ക് അവിടേക്ക് പോകണോ, കാരണം അവൾക്ക് ആ ഒരു സ്റ്റോറി കേട്ടിട്ട് നല്ല പേടിയുണ്ട്. അപ്പൊ ഇവര് പറയും, ഹേയ് അതൊന്നും കുഴപ്പമില്ല, നമുക്ക് എന്തായാലും പോവാന്നും പറഞ്ഞ് അടുത്ത ദിവസം തന്നെ ഇവർ വീണ്ടും യാത്ര പോവാണ്. പക്ഷെ ഇത്തവണ ഇവർക്ക് വഴി നല്ലതുപോലെ അറിയത്തില്ല, കാരണം ആ ഒരു നാട്ടുകാർ ഇന്നലെ വഴി പറഞ്ഞു കൊടുത്തില്ലായിരുന്നു. അപ്പോഴേക്കാണ് ജെയ്സൺ ഇവിടെ ഒരു പോലീസ് സുഹൃത്തുണ്ട്, അവനെ വിളിച്ചിട്ട് ഇതുപോലെ ഞങ്ങൾ ഈ ഒരു ചാർലീസ് ഫാമിലേക്ക് പോവാണ്, നിനക്ക് അവിടുത്തെ വഴി അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരാൻ പറയുമ്പോൾ ആ ഒരു പോലീസുകാരൻ പറയും, ജെയ്സൺ ഞാൻ പറയുന്നത് നിങ്ങൾ ഒരിക്കലും അവിടേക്ക് പോരുതെന്നാണ്, കാരണം ഒരുപാട് മോശമായിട്ടുള്ള കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, ഏയ് അതൊന്നും കുഴപ്പമില്ല, നിനക്ക് അറിയാമെങ്കിൽ ആ ഒരു വഴി പറഞ്ഞു തരാൻ പറയുമ്പോൾ ഓക്കെ വഴിയെല്ലാം ഞാൻ പറഞ്ഞുതരാം ഇതും പറഞ്ഞ് വഴി പറഞ്ഞു കൊടുത്തിട്ട് നിങ്ങൾ അധിക നേരം അവിടെ നിൽക്കരുത്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ അങ്ങ് കട്ട് ചെയ്യുന്നത്. അങ്ങനെ ഇവരായാലും ഒരു വിധത്തിൽ വഴിയെല്ലാം കണ്ടുപിടിച്ച് അവസാനം ആ ഒരു സ്ഥലത്തേക്ക് എത്തും. കുറേ ദൂരം മുന്നിലേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് അവിടെ വലിയൊരു ഗേറ്റ് ഉണ്ട്. അങ്ങനെ വണ്ടിയിൽ നിന്നും ഇവർ രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആ ഒരു ഗേറ്റ് വലിച്ച് തുറക്കാൻ ശ്രമിക്കുമ്പോൾ പൂട്ടിയത് കൊണ്ട് തുറക്കാൻ കഴിയുന്നില്ല. അപ്പൊ നതാഷയോടും മെലിനോടും പറയും, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് നടന്നു പോയാലോ എന്ന് ചോദിക്കുമ്പോൾ അവർ രണ്ടുപേരും, നടന്നു പോകാനാണെങ്കിൽ ഞങ്ങൾ ഒരിക്കലും വരുന്നില്ല, നിങ്ങൾ പോയാൽ മതി എന്ന് പറയുമ്പോൾ ഇവര് പറയും, ഹേയ് നതാഷ, മെലിൻ, എന്തായത്, നമുക്ക് എന്തായാലും കുറച്ചു ദൂരം നടന്നു പോയിട്ട് വരാം, എത്ര ദൂരം ഉണ്ടെന്ന് ഞങ്ങൾക്കും അറിയത്തില്ല, ഇതൊക്കെ ഒരു രസമല്ലേ എന്നും പറഞ്ഞ് നിർബന്ധം പിടിച്ച് അവരെ രണ്ടുപേരെയും വിളിച്ച് ഈ ഒരു ഗേറ്റും ചാടി ഒരു ഉള്ളിലേക്ക് പോവാണ്. പോവല്ലേ എന്ന് നേരത്തെ തന്നെ പറഞ്ഞതാണ്, വല്ല കാര്യമുണ്ടോ? അങ്ങനെ ഇവരായാലും നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോ 1 മണിക്കൂർ കഴിഞ്ഞു, 1-2 മണിക്കൂറായി, എന്നിട്ട് സ്ഥലം എത്തുന്നില്ല. അങ്ങനെ പിന്നെയും കുറെ ദൂരം നടക്കുമ്പോഴത്തേക്കാണ് ഈ ഫാമിൽ യൂസ് ചെയ്യുന്ന ട്രാക്ടർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിടക്കുമ്പോഴത്തേക്കും ഓക്കെ എന്തായാലും ആ ഒരു ഫാം ഇവിടെ അടുത്ത് തന്നെയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങനെ കുറച്ചുകൂടി മുന്നിലേക്ക് ചെല്ലുമ്പോൾ ചെറിയൊരു ഗേറ്റും കൂടിയുണ്ട്. അതും കൂടി ചാടി അപ്പുറത്തേക്ക് ചെല്ലുമ്പോൾ ചാർലി താമസിച്ചിരുന്ന ആ ഒരു വീടുണ്ടല്ലോ, അത് അവർ കണ്ടുപിടിച്ചു. ഇതിനടുത്തായിട്ട് തന്നെയാണ് ആ ഒരു വലിയ ഫാം ഉള്ളത്. ഇതിപ്പോ ഈ ഒരു വീട് നിൽക്കുന്ന സ്ഥലം തന്നെ നോക്കണം, ഏക്കർ കണക്കിന് സ്ഥലത്ത് ഈ ഒരു ഒറ്റ വീട് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇവര് 4 പേരും ആ ഒരു വീടിനകത്തേക്ക് കയറിയിട്ട് അവിടെയെല്ലാം നല്ലതുപോലെ നോക്കാണ്. അപ്പോഴേക്കാണ് മെലിൻ അടുത്തുള്ള ഒരു റൂമിനകത്തേക്ക് ചെന്ന് അതിങ്ങനെ തുറക്കാൻ ശ്രമിക്കുമ്പോൾ അവളുടെ പുറകെ മൈക്ക് വന്ന് പെട്ടെന്ന് അവനെ പേടിപ്പിക്കും. എന്നിട്ട് ഹേയ് സോറി ഞാനത് തുറന്നു തരാമെന്നും പറഞ്ഞ് അവൻ ആ ഒരു ഡോർ തുറന്നകത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ ചെറിയൊരു പാവ അടക്കുന്നു. ഇത് കാണുമ്പോൾ ആ ഒരു പാവ നമ്മുടെ മെലിനെടുത്ത് അങ്ങ് കയ്യിൽ വയ്ക്കും. അപ്പോൾ മെലിൻ്റെ ഇവർ പറയുന്നുണ്ട്, ഹേയ് അതിലെന്തെങ്കിലും അസുഖം എന്തെങ്കിലും ഉണ്ടാവുമെന്ന് പറയുമ്പോൾ ഇല്ലല്ല ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് ആ ഒരു പാവ എടുത്ത് കയ്യിൽ വെച്ച് അത് കഴിഞ്ഞ് അന്ന് രാത്രി അവരവിടെ തന്നെ കഴിയാണ്ട് നിൽക്കുകയാണ്. കാരണം ഫുഡെല്ലാം കഴിച്ചിട്ട് അടുത്ത ദിവസം ഈ ഒരു സ്ഥലമെല്ലാം ചുറ്റിക്കറങ്ങാം എന്നുള്ള രീതിയിൽ അവർ അന്ന് രാത്രി അവിടെ തന്നെ കഴിയുമ്പോൾ
ഇപ്പോൾ വീണ്ടും ആ ഒരു ഫ്ലാഷ് ബാക്ക് ഇങ്ങനെ കാണിക്കുന്നു. അതുമല്ല ഇവർ ആ ഒരു കഥയിൽ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, ആ ഒരു പെണ്ണിനെ കെട്ടിയിട്ട കട്ടില്, ആ ഒരു റൂം, ഇതെല്ലാം ഇവർ കാണുന്നുണ്ട്. ഓക്കെ, എന്തായാലും ഇന്ന് രാത്രി ഇവിടെ നിൽക്കാമെന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ തീരുമാനം എടുക്കുമ്പോഴത്തേക്കും വീണ്ടും ആ ഒരു ഫ്ലാഷ് ബാക്ക് ഇങ്ങനെ കാണിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ചാർലിയും അവന്റെ അമ്മയും അവിടുന്ന് രക്ഷപ്പെട്ട് പോയതിനു ശേഷം ആ ഒരു നാട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് വീടിനകത്തേക്ക് വന്ന് നോക്കുമ്പോൾ ഉള്ളിൽ വരുമ്പോഴത്തേക്ക് അവർ കാണുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് മനുഷ്യരെ വെട്ടിഞ്ഞുറുക്കി ഫ്രിഡ്ജിലാക്കി വെച്ചേക്കുന്നു. അവരുടെ മാംസം പലയിടങ്ങളിലായിട്ട് കിടക്കുന്നു. അതേപോലെ തന്നെ ആ ഒരു കട്ടിൽ കെട്ടിയിട്ടേക്കുന്ന പെണ്ണല്ലോ, അവരുടെ വയറെല്ലാം കീറി വെച്ചേക്കാണ്. അങ്ങനെ ഇതെല്ലാം കാണുമ്പോഴത്തേക്കും ചാർലിയുടെ അമ്മയാണെങ്കിലോ ചാർലിയെ അടുത്തുള്ള ഒരു ഫാമിനടുത്തേക്ക് കൊണ്ടുവന്നിട്ട്, മോനെ നീ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകണം, ഇവിടെയുള്ള മനുഷ്യരെല്ലാവരും ദുഷ്ടന്മാരാണ്. ഓ പിന്നെ ഇവർ പിന്നെ നല്ല കാര്യമാണല്ലോ ചെയ്തുകൊണ്ടിരുന്നത്, പറച്ചിൽ കേട്ടാൽ അങ്ങനെയാണ്. എന്നിട്ട് ചാർലിയെ മറ്റൊരിടത്തേക്ക് പറഞ്ഞു വിട്ട് അവരുടെ അമ്മ ഓടി ഒളിക്കാൻ ശ്രമിക്കുന്നതും ഈ ഒരു നാട്ടുകാരെല്ലാം കൂടി അവിടേക്ക് വന്ന് അവരെ അങ്ങ് കണ്ടുപിടിക്കും. അങ്ങനെ ആ ഒരു സ്ത്രീയെ പിടിച്ചിട്ട് നാട്ടുകാരി ഇനി എത്ര മനുഷ്യർ ബാക്കിയുണ്ട്, ആരെയൊക്കെ നിങ്ങൾ ജീവനോടെ പിടിച്ചു വെച്ചിട്ടുണ്ട് എന്നെല്ലാം ചോദിക്കുമ്പോൾ അവരതിനൊന്നും മറുപടി പറയുന്നില്ല. അപ്പോൾ ഈ ഒരു നാട്ടുകാർ പറയും, ശരി നിന്നെ എന്തായാലും ഞങ്ങൾ കൊല്ലാൻ പോകുന്നില്ല, നിന്റെ മകനെ കണ്ടുപിടിച്ച് ഞങ്ങൾ കൊല്ലും എന്ന് പറയുമ്പോൾ അവർ നല്ലതുപോലെ ദേഷ്യപ്പെട്ട് ഇവരെ തെറി വിളിക്കാൻ തുടങ്ങും. ഇത് കേട്ട നാട്ടുകാരെല്ലാം കൂടി ആ ഒരു സ്ത്രീയെ അവിടെ വെച്ച് അടിച്ചടിച്ച് കൊല്ലുകയാണ്. ഈ ഒരു കാര്യമെല്ലാം ചാർലി ഒരിടത്ത് ഒളിച്ചിരുന്ന് ഇങ്ങനെ കാണുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ഫ്ലാഷ് ബാക്ക് കാണിച്ചതിന് ശേഷം ഇപ്പോൾ ഇവരെല്ലാവരും കിടന്ന് ഉറങ്ങുമ്പോഴത്തേക്കാണ് മെലിനാണല്ലോ ആ ഒരു പാവ എടുത്ത് വെച്ചിട്ടുള്ളത്. അവളിങ്ങനെ കിടന്ന് ഉറങ്ങി രാത്രിയിൽ എന്തോ ഒരു ശബ്ദം കേട്ട് കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഒരു വലിയ രൂപം അവളുടെ മുന്നിൽ നിൽക്കുന്നു. ഇവളാണെങ്കിലും കുറെ നേരം ഇങ്ങനെ നോക്കി കിടക്കാണ്. ഇനിയിപ്പോ സ്വപ്നമാണെന്ന് വിചാരിച്ചിട്ട് അവളങ്ങ് കിടക്കുന്നത്. മുന്നിൽ വന്ന് നിന്നത് നമ്മുടെ ചാർലി അണ്ണനാണെന്ന് അവർക്കറിയത്തില്ല. അങ്ങനെ അടുത്ത ദിവസം കാണിക്കുമ്പോൾ എല്ലാവരും ഇപ്പോൾ എഴുന്നേറ്റ്, അതുപോലെ ഇപ്പൊ തന്നെ ഉച്ചയായി, അതുകൊണ്ട് എന്തായാലും ഇവിടെ അടുത്തുള്ള സ്ഥലങ്ങളെല്ലാം ചുറ്റി കറങ്ങാം, അടുത്തായിട്ട് ഒരു പുഴയുണ്ടെന്ന് പറഞ്ഞു. അവിടെ എല്ലാം പോകാന്ന് പറഞ്ഞ് ഇവര് റെഡി ആയിട്ട് വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ കുറെ ദൂരം നിന്ന് ഒരു രണ്ടുപേരും കൂടി വരുന്നു. ഓക്കെ, ഒരു രണ്ടുപേരുടെ കുറവും കൂടി ഉണ്ടായിരുന്നുള്ളൂ. ലവന് കൊന്ന് കളിക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ടുപേരെ കൂടി കിട്ടി. നല്ല കാര്യം. അങ്ങനെ അവര് രണ്ടുപേരും വന്ന് ഇവരോട് പരിചയപ്പെട്ട് ഇവർ ഈ ഒരു സ്ഥലത്തെ പറ്റി അറിഞ്ഞിട്ടാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്. ഇപ്പൊ ഇവിടെ ഈ വന്ന രണ്ടുപേരുടെ പേര് അലീസ, ഗോർഡൻ. അങ്ങനെ ഇവരായാലും നല്ലപോലെ പരിചയപ്പെട്ട് ഫുഡെല്ലാം ഉണ്ടാക്കി എല്ലാവരും ഷെയർ ചെയ്ത് കഴിക്കുകയാണ്. അങ്ങനെ ഇവർ ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മുടെ മെലിനാണെങ്കിൽ തിരിച്ച് ആ ഒരു പ്ലേറ്റ് കൊണ്ടുവന്ന് കിച്ചണിലേക്ക് വെച്ച് അവളുടെ ബാഗ് തുറന്ന് നോക്കുമ്പോഴത്തേക്കാണ് അതിനകത്ത് ആ ഒരു പാവയെ കാണാനില്ല. ഇതാരെടുത്തോണ്ട് പോയെന്ന് അറിയത്തില്ല, അവൾ എല്ലായിടത്തും നോക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു കാര്യം ബാക്കിയുള്ള എല്ലാവരോടും പറയുമ്പോൾ അവർ പറയും ഞങ്ങൾ കണ്ടില്ല എന്ന് പറയും. അതുപോലെ അവൾ പറയുന്നുണ്ട്, ഇന്നലെ രാത്രി ഞാൻ കിടക്കുമ്പോൾ ഇതുപോലൊരു രൂപം കണ്ടു എന്ന് പറയുമ്പോൾ, ഏയ് മെലിൻ, അത് നിനക്ക് തോന്നിയതായിരിക്കും, ഇന്നിട്ട് ഈ കഥകളെല്ലാം കേട്ടിട്ട് നീ ചിലപ്പോൾ സ്വപ്നം കണ്ടതായിരിക്കാം. ഓക്കെ, അതെന്താവട്ടെ, നമുക്ക് എന്തായാലും കറങ്ങാൻ പോകാന്ന് പറഞ്ഞ് വെളിയിലേക്ക് വരുമ്പോഴത്തേക്കാണ് നമ്മുടെ മൈക്ക് ഇവരോട് പറയുന്നത്, ശരി ഗായ്സ്, നമുക്ക് എന്തായാലും ജോഡികളായിട്ട് പിരിഞ്ഞാലോ എന്നുള്ളൊരു കാര്യം പറയുമ്പോൾ വേറെ ഒന്നുമല്ല, ഇവന് മെലിസയായിട്ട് ഒറ്റയ്ക്കിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവൻ അങ്ങനെ പറയുന്നത്. അപ്പൊ ഇവരായാലും അങ്ങനെ തീരുമാനിച്ചിട്ട് നമ്മുടെ മെലിസയും മൈക്കും മറ്റൊരിടത്തേക്ക് പോകുന്നു. ബാക്കി 4 പേരും കൈയും പിടിച്ചിങ്ങനെ നടന്നു വരികയാണ്. കുറച്ചു കഴിയുമ്പോൾ അവര് പിരിഞ്ഞു പോവും. അതേസമയം മെലിസയും മൈക്കും നടന്നു വരുമ്പോൾ നല്ല സ്മെല്ലുണ്ട്, എന്തോ ചത്തതുപോലെ. കുറെ മുന്നിലേക്ക് വരുമ്പോഴത്തേക്കാണ് അവിടെ വലിയൊരു കുഴി കാണുന്നു. അതിനുള്ളിലാണെങ്കിലും നല്ല ഇരുട്ട്. അപ്പോൾ രണ്ടുപേരും അടുത്തേക്ക് വന്നിട്ട് നമ്മുടെ മൈക്ക് ഉള്ളിലേക്ക് നോക്കിയിട്ടാണ് പറയുന്നത്, ഇനി ഏതെങ്കിലും മൃഗം വേറെ ഏതെങ്കിലും മൃഗത്തിനെ പിടിച്ച് ഇതിനകത്തേക്ക് കൊണ്ടുപോയതായിരിക്കോ, എന്താണെന്ന് അറിയത്തില്ല. ഓക്കെ, അതെന്തോ ആവട്ടെ, നമുക്ക് പോകാന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് പോകുന്നതും ഈ ഒരു കുഴിയെ തന്നെ നല്ലതുപോലെ ഫോക്കസ് ചെയ്ത് ഇങ്ങനെ കാണിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇവർ 4 പേരുണ്ടല്ലോ, അവരും ഇപ്പോൾ രണ്ടായിട്ട് പിരിഞ്ഞ് 2 വഴിക്ക് പോവാണ്. ആ ഒരു സമയത്ത് മരത്തിനടുത്ത് നിന്ന് ആരോ ഒരാള് ഇവരെ നോക്കുന്നത് പോലെ. ഈ കൂട്ടത്തിൽ സത്യം പറഞ്ഞാൽ ഈ ഒരു കഥയെല്ലാം കേട്ട് പേടിയുള്ളത് നമ്മുടെ നത്താശയ്ക്ക്. അവൾ ഈ ഒരു കാര്യം ജെയ്സനോട് പറയുന്നുണ്ട്. പക്ഷെ ജെയ്സൺ ആണെങ്കിലോ അത് വലിയ കാര്യമാക്കുന്നില്ല. അതേസമയം മൈക്കും മെലിസയും ഇവർ രണ്ടുപേരും നടന്നു പോകുമ്പോൾ മൈക്ക് മെലിസയെ കറക്കാൻ വേണ്ടിയിട്ട് ഒലിപ്പിച്ചാണ് ഇങ്ങനെ നടക്കുന്നത്. അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അവൻ പറയുന്നുണ്ട്. അങ്ങനെ നടന്നു വരുമ്പോഴത്തേക്ക് ആ ഒരു പുഴ അവർ കാണുന്നതും ഇത് കണ്ട മൈക്കാണെങ്കിലോ പെട്ടെന്ന് ചാടി ഇറങ്ങി, മെലിസ, ഞാൻ എന്തായാലും കുളിക്കാൻ പോവാണ്, നീ വരുന്നു എന്ന് ചോദിച്ച് എല്ലാം ഊരി കളഞ്ഞാവോ നേരെ വെള്ളത്തിലേക്ക് എടുത്തൊരു ഒറ്റച്ചാട്ടം. എന്നിട്ട് നമ്മുടെ മെലിസയും വിളിക്കുന്നുണ്ട്. അപ്പൊ ആദ്യം നമ്മുടെ മെലിസ സമ്മതിക്കത്തില്ല, ഇല്ല വരുന്നില്ല എന്നെല്ലാം പറഞ്ഞു നിൽക്കുമ്പോൾ അവൻ പറയും, ഇതൊക്കെ ഒരു രസമല്ലേ, വാന്നും പറഞ്ഞിട്ട് ഇപ്പൊ അവസാനം അവളും നേരെ വെള്ളത്തിലേക്ക് ഇറങ്ങിയെന്ന് ചെല്ലാണ്. അതേസമയം പുതുതായിട്ട് വന്ന ആ ഒരു കപ്പിൾസ് ഉണ്ടല്ലോ, അവര് രണ്ടുപേരും ഇപ്പോൾ വേറൊരു വലിയ ഷെഡുണ്ട്, അതിനടുത്തേക്ക് വരുമ്പോഴത്തേക്കും ഇതിനുള്ളിൽ എന്താണെന്ന് അറിയാൻ വേണ്ടി രണ്ടുപേരും തുറക്കാൻ ശ്രമിക്കും. പക്ഷെ അത് തുറക്കാൻ കഴിയുന്നില്ല. അപ്പോൾ എന്തായാലും വേറൊരു വഴി ഉണ്ടാവും, അത് നമുക്ക് കണ്ടുപിടിക്കാന്ന് പറഞ്ഞ് മറ്റൊരു വശത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ വലിയൊരു കോടാലി ഇരിക്കുന്നു. അങ്ങനെ ഇത് കണ്ടിട്ട് ഗോർഡൻ എന്ന് പറഞ്ഞ അവനാണെങ്കിൽ ആ ഒരു കോടാലി എടുക്കുമ്പോൾ ആ ഒരു പെണ്ണ് പറയും, ഇല്ലല്ല, എനിക്കത് കണ്ടിട്ട് നല്ല പേടിയാവുന്നുണ്ട്, നീ അത് അവിടെ തന്നെ വെക്കാൻ പറയുമ്പോൾ അത് അവിടെ തന്നെ വെച്ച് മറ്റൊരു വഴി ഒരു കണ്ടുപിടിച്ച് രണ്ടുപേരും അകത്തേക്ക് പോവാണ്. അതുപോലെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ ചത്ത് നിറയ സ്മെല്ല് നല്ലതുപോലെ ഉണ്ട്. അങ്ങനെ കുറച്ചുള്ളിലേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് അവിടെ ഒരു കട്ടില്, പുതപ്പ്, മെത്ത, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പൊ ഇത് കണ്ട മെലിസ പറയും, ഇവിടെ ആരോ താമസിക്കുന്നുണ്ട്, എനിക്ക് കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നു പറയുമ്പോൾ അവൻ പറയും, ഇല്ലല്ലോ, ഒരിക്കലും അങ്ങനെയില്ല, കാരണം ഈ ഒരു സ്ഥലം നശിച്ചിട്ട് തന്നെ 19 വർഷമായി, എന്തായാലും ഇവിടെ ആരും താമസം ഉണ്ടാകത്തില്ല എന്ന് പറയുമ്പോൾ അവൾ അപ്പോഴും പറയുന്നുണ്ട്, ഇല്ലില്ല, എനിക്ക് ഉറപ്പുണ്ട്, ഇവിടെ ആരോ താമസമുണ്ട്, അതുകൊണ്ട് എന്തായാലും നമുക്ക് ഇവിടെ നിൽക്കണ്ട, വെളിയിലേക്ക് ഇറങ്ങാന്നും പറഞ്ഞിട്ട് രണ്ടുപേരും വെളിയിലേക്ക് നടന്നു വരികയാണ്. അപ്പൊ ഗോർഡൻ ആണെങ്കിലും നേരത്തെ വെളിയിൽ നിന്നെടുത്ത് ആ ഒരു കോടാലി വെളി വെച്ചിരുന്നല്ലോ, ആ ഡോറിന്റെ അടുത്തേക്ക് അവൻ നടന്ന് ചെല്ലുന്നതും അതേ കോടാലി വന്ന് അവന്റെ നെഞ്ചിലേക്ക് തറച്ചങ്ങ് കയറുകയാണ്. അത് വേറെ ആരുമല്ല, നമ്മുടെ ചാർലി അണ്ണൻ. അങ്ങനെ ഇതുകൂടി കാണുന്നതും മെലിസ ആണെങ്കിലോ
പെട്ടെന്ന് തന്നെ അലറി വിളിച്ചിട്ട് ആ ഒരു ഡോറും അടച്ച് അകത്തേക്ക് ഓടി അങ്ങ് പോവും. അപ്പോൾ വെളിയിൽ നിന്നിട്ട് ആ ഒരു ഡോർ ഇടിച്ച് തുറക്കാൻ വേണ്ടി അതിങ്ങനെ ഇടിക്കുന്നുണ്ട്. ഇതാണെങ്കിൽ ഒരു വലിയ ഷെഡല്ലേ. അവന്റെ ഓരോ ഇടിയിലും ആ ഒരു ഷെഡ് മുഴുവനായിട്ട് കുലുങ്ങുന്നുണ്ട്. ഇല്ല ഭൂമി കുലുക്കം വന്നതുപോലെ. അങ്ങനെ ഇടിച്ചിടിച്ച് അവൻ ആ ഒരു ഡോർ തുറന്ന് അകത്തേക്ക് വരുമ്പോഴത്തേക്കും ഇതെന്തോന്ന് ഘോഷയാത്രയ്ക്ക് കൊണ്ടുവന്ന ഹനുമാന്റെ രൂപോ കണ്ടിട്ട് തന്നെ പേടിയാവുന്നു. അത്രയുണ്ട്. അങ്ങനെ അവനായാലും അകത്തേക്ക് കയറി വന്ന് എല്ലായിടം ഇങ്ങനെ നോക്കാണ്. മെലിസ ആണെങ്കിൽ ഒരിടത്ത് ഒളിച്ചിരിക്കുകയാണ്. അങ്ങനെ നടന്ന് അവസാനം അവന്റെ ആ ഒരു കട്ടിലുണ്ടല്ലോ അതിനടുത്തേക്ക് വന്ന് അതെടുത്ത് മാറ്റി നോക്കുമ്പോൾ അവിടെ എന്തായാലും മെലിസ ഇല്ല. പെട്ടെന്നാണ് പുറകിൽ നിന്നൊരു ശബ്ദം. അവൾ ഓടാൻ ശ്രമിക്കുന്നു. അങ്ങനെ അവളുടെ തലയിൽ പിടിച്ചിട്ട് അവളെ വലിച്ചെടുത്തോണ്ട് വരുന്നതും ഇവളാണെങ്കിൽ പേടി കാരണം അലറി വിളിക്കല്ലേ. ഇവൾ അലറി വിളിക്കുന്നത് കാരണം അവളുടെ തല പിടിച്ച് അതിലേക്ക് ഒരു ഒറ്റയിടി. കിളിക്കുഞ്ഞിന്റെ എല്ലാം തല തിരിച്ചു വിടുന്നത് പോലെ ബോധമില്ലാതെ അവൾ താഴെ വന്ന് വീഴും. അങ്ങനെ അവളെ വലിച്ച് ആ ഒരു ട്രാക്ടറിന്റെ ടയറിന് മുന്നിലേക്ക് കൊണ്ട് കിടത്തിയിട്ട് കൈയെല്ലാം എടുത്ത് നേരെ വെച്ച് ഇപ്പൊ എന്താ ചെയ്യുന്ന വെച്ചാല് ആ ഒരു ട്രാക്ടർ അങ്ങനെ ഇട്ട് തള്ളി അതിന്റെ ടയർ അവളുടെ തലയിലേക്ക് കയറ്റാണ്. അപ്പൊ ഈ ഒരു വെയിറ്റ് കാരണം അവൾക്ക് ബോധം വന്നു. അവളാണെങ്കിൽ ഇപ്പൊ കരയാൻ തുടങ്ങുന്നതും ചാർലി പതിയെ ആ ഒരു ട്രാക്ടറിന്റെ മുകളിലേക്ക് കയറിയിട്ട് അതിലെ കുട്ടികളടന്ന് ചാടുമല്ലോ അതുപോലെ കിടന്ന് ചാടുകയാണ്. അങ്ങനെ ചാടി ഈ ഒരു വെയിറ്റ് കാരണം അവളുടെ തല പൊട്ടിച്ചിതറി അവൾ അവിടെ വെച്ച് മരിക്കും. അതേസമയം നത്താശയും ജെയ്സനും ഇപ്പോൾ മറ്റൊരു ഷെഡിനടുത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ജെയ്സൺ പറയും ശരി നത്താശ നമുക്ക് ഇതിനകത്തേക്ക് കയറിയതെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും ഇല്ലില്ല ഞാൻ വരുന്നില്ല, വേണമെന്നുണ്ടെങ്കിൽ നീ പോയിട്ട് വാ, ഞാൻ വെളിയിൽ തന്നെ നിൽക്കാമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ജെയ്സൺ അകത്തേക്ക് കയറി പോകുന്നു. എന്തായാലും ഈ ഒരു കൂട്ടത്തില് അത്യാവശ്യം ബുദ്ധിയുള്ളത് ഇവൾക്ക് മാത്രമേ ഉള്ളൂ. അങ്ങനെ അവളായാലും കുറേ നേരം ജെയ്സനെ വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുകയാണ്. ജെയ്സൺ ആയാലും അകത്തേക്ക് പോയിട്ട് ഒരുപാട് നേരമായി. അതേസമയം ഇവിടെ ജെയ്സന്റെ ആ ഒരു സുഹൃത്ത് അവനിപ്പോൾ വീട്ടിൽ നിന്നിട്ട് അവന്റെ ഭാര്യയോട് പറയുന്നുണ്ട് എന്റെ സുഹൃത്ത് ഇന്നലെ വിളിച്ചിരുന്നു, ചാർലീസ് ഫാമിലേക്ക് അവൻ പോകുമെന്ന് പറഞ്ഞു. എനിക്ക് നല്ല പേടിയുണ്ട്, കാരണം ഇതിനു മുന്നേ അവിടേക്ക് പോയവരാരും തിരിച്ചു വന്നിട്ടില്ല. അതുകൊണ്ട് ഞാനും എത്രയും പെട്ടെന്ന് അവിടേക്ക് പോകാൻ പോവാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അതേസമയമാണ് ഇവിടെ നമ്മുടെ മെലിനും മൈക്കും ഇവര് രണ്ടുപേരും വെള്ളത്തിലിരുന്ന് കുളിക്കല്ലേ. കുറെ നേരം നല്ലതുപോലെ തന്നെ ആസ്വദിച്ച് കുളിച്ച അവസാനം രണ്ടുപേരും കുറച്ച് റൊമാൻറ്റിക് ആയിട്ടിരിക്കാനായിട്ട് അടുത്തേക്ക് വരുന്ന സമയത്താണ് മെലിൻ പുറകിലുള്ള ഒരുത്തനെ കണ്ടിട്ട് ഹേയ് അവനെ കണ്ടിട്ട് എനിക്ക് പേടിയാവുന്നു, നീ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പറയുമ്പോൾ മൈക്കായാലും തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും അവിടെ നമ്മുടെ ചാർലി നിൽക്കുന്നു. കൊച്ചു കള്ള കുളിസി കാണാൻ വന്നിരിക്കുന്നു. അതുമല്ല കയ്യിലാണെങ്കിൽ ഒരു വലിയ വാളുകൊണ്ട് എന്നിട്ട് ഒരു വളിച്ച ചിരിയും. പക്ഷെ ഇവരെ കൊല്ലാനാണെന്ന് മാത്രം പാവങ്ങൾക്ക് അറിയത്തില്ല. അപ്പോഴേക്കും നമ്മുടെ മൈക്കായാലും ഡാ കൊച്ചിറക്ക അവിടെ നോക്കിക്കൊണ്ട് നിൽക്കാതെ പോടാന്നില്ല ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴായാലും നമ്മുടെ ചാർലി ഇവരെ നോക്കി ചിരിച്ചു നിൽക്കുമ്പോൾ അവര് പറയും ശരി നമുക്ക് എന്തായാലും ഇവിടെ നിൽക്കണ്ട പോവാന്നും പറഞ്ഞിട്ട് രണ്ടുപേരും കരയിലേക്ക് കയറി വരുമ്പോൾ മൈക്കാണെങ്കിലോ ആ ഡ്രസ്സ് പോലും ഇട്ടിട്ടില്ല. എന്നിട്ട് നേരെ ചാർലിയുടെ മുന്നിലേക്ക് വന്നിട്ട് എന്താ മോന്റെ പ്രശ്നം, എന്താ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നേ എന്നെല്ലാം പറഞ്ഞ് ചാർലിയോട് സംസാരിക്കുമ്പോൾ ചാർലി മൈക്കിനെ മൊത്തത്തിലൊന്ന് നോക്കുന്നുണ്ട്. എന്നിട്ട് ചിരിക്കുകയും ചെയ്യുന്നു. വേറൊന്നുമല്ല, അവൻ ഒരാഴ്ചത്തേക്കുള്ള ഫുഡായി. അപ്പൊ മൈക്കാണെങ്കിൽ ഇവനെന്താ ചിരിക്കുന്നേ, ഇനി നമ്മുടേത് വല്ലതും ചെറുതായതുകൊണ്ടാണോ? അതൊന്നും ആയിരിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ നമ്മുടെ മെലിൻ പുറകിൽ നിന്നിട്ട് ഹേയ് മൈക്ക് നീ അധികം നേരം അവിടെ നിൽക്കണ്ട, കുറച്ച് പുറകിലേക്ക് നിൽക്കാൻ പറയുമ്പോൾ മൈക്കായാലും അതൊന്നും കുഴപ്പമില്ല അവനൊരു പാവമാണെന്ന് പറയുന്നതും ചാർലി അങ്ങനെ അവന്റെ കയ്യിലുള്ള വാള് ഒരു ഒറ്റ കറക്ക്, വേറെ ഒന്നുമല്ല മൈക്കിന്റെ കിളിക്കൂട് അവൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കാണുന്നതും നമ്മുടെ മേലിൻ അവിടെ നിന്നൊരു ഒറ്റ ഓട്ടം ജീവനും കൊണ്ട് ഇതേ സമയം നമ്മുടെ ചാർലിയുടെ മുഖം അങ്ങനെ കാണിക്കുന്നുണ്ട്. എന്റെ മോനെ ഒരു ഒന്നൊന്നര സീനാണിത്. ഇവന്റെ അടുത്ത് മൈക്ക് ഇത്രയും നേരം സംസാരിച്ചത് തന്നെ എങ്ങനെയാണെന്ന് അറിയത്തില്ല. എന്നിട്ട് നമ്മുടെ ചാർലി ഇപ്പൊ മേലിന്റെ പുറകെ തന്നെ ഓടാണ്. അവൾക്കാണെങ്കിൽ ഓടി ജയിക്കാൻ കഴിയത്തില്ല. ഫിനിഷിംഗ് പോയിന്റിൽ എത്തുന്നതിന് മുന്നേ തന്നെ നമ്മുടെ മെലിന്റെ ഡ്രസ്സിലേക്ക് അങ്ങനെ പിടിച്ച് വലിച്ചെടുത്ത് അവളെ അങ്ങനെ പൊക്കിയെടുത്ത് താഴേക്ക് ഒരു ഒറ്റയേറ് എന്നിട്ട് താഴെയിട്ട് അവളെ ഇഴഞ്ഞിഴഞ്ഞ് പോകുമ്പോഴത്തേക്കും അവളെ അങ്ങനെ പിടിച്ചു വെച്ച് ആ വാളെടുത്ത് മാറ്റിയിട്ടാണ് അവളുടെ വായിലേക്ക് കയ്യങ്ങിട്ട് കൊടുക്കും. എന്നിട്ട് വായും താടിയെല്ലും എല്ലാം കൂടി വലിച്ചങ്ങ് കീറും. അയ്യോ ഒന്നൊന്നര സീൻ. അതേസമയം ഇവിടെ നമ്മുടെ നത്താശ ഒരുപാട് നേരമായിട്ടും ജെയ്സനെ കാണാത്തതുകൊണ്ട് പതി അകത്തേക്ക് കയറിയിട്ട് ജെയ്സൺ നീ എവിടെയാണെന്നെല്ലാം ചോദിക്കുമ്പോൾ ജെയ്സൺ അവിടെ ഒളിച്ചിരുന്ന് നത്താശ ഇവിടേക്ക് വാന്ന് പറഞ്ഞിട്ട് അവളെ വിളിച്ച് അടുത്തേക്ക് ഇരുത്താണ്. എന്നിട്ട് പറയും മിണ്ടാതിരിക്കെ ഞാൻ ഇതിനകത്ത് ഒരാളെ കണ്ടു, അതൊരു സാധാരണ മനുഷ്യനെ പോലെയല്ല, ഒരു വലിയൊരാള്. കറക്റ്റ് സമയത്ത് തന്നെയാണ് അവിടേക്ക് ചാർലി നടന്നു വരുന്നത്. അതും അവൻ കൊന്ന അവരുടെ ശരീരം എടുത്തുകൊണ്ട് അങ്ങനെ അകത്തേക്ക് കൊണ്ടിട്ടിട്ട് ചാർലി അവിടെ നിൽക്കുമ്പോൾ ഇത് കണ്ട നത്താശ ജെയ്സനോട് പറയും ഇനി എന്തായാലും നമുക്ക് ഇവിടെ നിൽക്കണ്ട പോവാന്ന് പറഞ്ഞ് ബഹളം വെച്ചോണ്ട് ഈ ഒരു പെണ്ണ് വെളിയിലേക്ക് ഇറങ്ങും. നേരത്തെ ഞാൻ ബുദ്ധിയുള്ള പെണ്ണാണെന്ന് പറഞ്ഞതേയുള്ളൂ, മണ്ടത്തരം കാണിച്ചു മണ്ടി. അങ്ങനെ ഇവർ രണ്ടുപേരും ബഹളം വെച്ച് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഈ ഒരു ശബ്ദം നമ്മുടെ ചാർലി കേട്ട് ഇവരുടെ പുറകെ വരുന്നുണ്ട്. ഇവർ രണ്ടുപേരും ഡോറിനടുത്തേക്ക് ഓടി വരുമ്പോഴത്തേക്കാണ് അവിടുത്തെ ആ ഒരു ഡോർ പൂട്ടിയിട്ടേക്കുന്നു. അങ്ങനെ ചാർലി ആയാലും ഇവർ നിൽക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് വരാൻ നിൽക്കുമ്പോൾ ഇവർ രണ്ടുപേരും അടുത്തുള്ളൊരു മുറിയിലേക്ക് കയറി ഒളിച്ചങ്ങിരിക്കും. ആ ഒരു സമയത്താണ് ഈ ഒരു ഷെഡിനകത്തേക്ക് ജെയ്സന്റെ ആ ഒരു സുഹൃത്തുണ്ടല്ലോ അവനും ഇപ്പോൾ പെട്ടെന്ന് അവിടേക്ക് വന്നിട്ട് അവിടെ എല്ലാം ഇങ്ങനെ നോക്കാണ്. ജെയ്സൺ നീ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചാർലി അവിടെ നിൽക്കുന്നു. അപ്പൊ ഇവനാണെങ്കിലും ജെയ്സൺ അത് നീയാണോ എന്ന് ചോദിക്കുമ്പോൾ ചാർലി ആ ഒരു വാളും കൊണ്ട് മുന്നിലേക്ക് വന്ന് നിൽക്കുന്നതും ആ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ അവനിപ്പോൾ കൈയും കൊണ്ട് ഇടിക്കാനായിട്ട് ഇങ്ങനെ നിൽക്കാണ്. അപ്പൊ ഇത് കാണുന്ന നമ്മുടെ ചാർലി ആയാലും വാളെടുത്ത് താഴേക്കിട്ട് ഓക്കെ ബാബാ നമുക്ക് ഇടി കൂടാം എന്നുള്ള രീതിയിൽ അവനും ഇടി ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ നിൽക്കാണ്.
അങ്ങനെ ഈ ഒരു സുഹൃത്തുണ്ടല്ലോ, അവനാണെങ്കിൽ ബോക്സറാണ്. അപ്പോ ചാർലി അവ ഇടിക്കാൻ തുടങ്ങും. ഓരോ ഇടി ഇടിക്കുമ്പോഴത്തേക്കും ചാർലിക്ക് എന്തോ മസാജ് ചെയ്ത് കൊടുക്കുന്നത് പോലെ അവനൊരു 5 ഇടി ഇടിക്കുമ്പോൾ ചാർലി ഒരു ഇടി. ഇതാണ് കണക്ക്. അങ്ങനെ ആ ഒരു സുഹൃത്താണെങ്കിലും നല്ലതുപോലെ ഇടിച്ച് ചാർലി ഇടിച്ച് താഴെ കിടന്നതും ചാർലിക്ക് നല്ല ദേഷ്യം വന്ന് എഴുന്നേറ്റ് ആ ഒരു സുഹൃത്തുണ്ടല്ലോ അവനെ പിടിച്ച് അടുത്തൊരു കമ്പിയുണ്ട്, അതിലേക്ക് അവന്റെ കണ്ണ് കുത്തിയങ്ങിറക്കും. എന്നിരുന്നാലും അവൻ മരിച്ചില്ല. തിരിച്ചു വരുമ്പോൾ ചാർലി വീണ്ടും അവൻ ഇടിക്കുന്ന സമയത്ത് നമ്മുടെ ജെയ്സൺ ഉണ്ടല്ലോ പുറകിലൂടെ ഒരു കോടാലി കൊണ്ടുവന്ന് ചാർലിയുടെ മുതുകിലേക്ക് ഒരു ഒറ്റ വിട്ട് ആടാ പിന്നുകൊണ്ട് കുത്തിയെന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും ജെയ്സൺ അങ്ങനെ പിടിച്ചു വെച്ച് അവന്റെ കഴുത്തറുത്ത് ജെയ്സനെ അവിടെ വെച്ച് കൊല്ലുന്നതും ഇത് കണ്ട നത്താശ കണ്ണുടച്ച് പോകാനുള്ളത് വീണ്ടും അവന്റെ മുന്നിൽ നിന്ന് തന്നെ ചാർലി കാണാൻ വേണ്ടി അലറി അങ്ങ് വിളിക്കുന്നതും എന്റെ പൊന്നോ മണ്ടി എന്ന് പറഞ്ഞാലും മണ്ടി. അങ്ങനെ നത്താശ ആയാലും അവിടെ നിന്ന് വെളിയിലേക്ക് ഓടാണ്. അതൊരു വലിയ ഷെഡാണെന്ന് പറഞ്ഞിരുന്നല്ലോ, അത് ഈ കുതിരകളെയൊക്കെ വളർത്തുന്ന ഷെഡാണ്. അപ്പോൾ ഒരു കുതിരകളെ വെളിയിലേക്ക് ഇറക്കാനുള്ള ആ ഒരു ചെറിയ വഴിയാണ് അവൾ ഓടി വരുന്നത്. അങ്ങനെ അത് വഴി ഓടി ഒരു വിധത്തിൽ അതിന്റെ ഗ്യാപ്പിലൂടെല്ലാം ഇറങ്ങി ജെയ്സന്റെ ഫ്രണ്ട് വന്ന് ആ ഒരു കാർ അവിടെ കിടപ്പുണ്ട്. ഓടി വന്ന് ആ ഒരു കാറിനകത്തേക്ക് കയറിയിരിക്കും. പക്ഷേ അത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അവളെ കൊണ്ട് കഴിയത്തില്ല. അങ്ങനെ ചാർലി ആയാലും പെട്ടെന്ന് തന്നെ ഓടി വന്ന് ആ ഒരു കാറിന് മുകളിലേക്ക് കയറിയിട്ട് ആ ഒരു ഗ്ലാസും ചവിട്ടി പൊട്ടിച്ച് ഒരു കോഴിക്കുഞ്ഞിനെ തൂക്കിയെടുക്കുന്നത് പോലെ നത്താശയെ തൂക്കിയെടുത്തുകൊണ്ട് പോവാണ്. അങ്ങനെ കുറെ കഴിഞ്ഞ് നമ്മുടെ നത്താശ കണ്ണു തുറക്കുമ്പോൾ അവളിപ്പോ ഒരു കൂടിനകത്താണ് കിടക്കുന്നത്. അതുമല്ല അവളുടെ കഴുത്തിലാണെങ്കിൽ ഒരു ബെൽറ്റ് ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഇവളാണെങ്കിലോ ആ ഒരു ബെൽറ്റ് ഒരു വിധത്തിൽ അഴിച്ച് ഒരു തടിക്കൂടിനുള്ളിലാണ് ഇവിടെ ഇട്ടേക്കുന്നത്. ആ ഒരു തടിക്കൂടിൻ ചവിട്ടി പൊളിച്ച് അവൾ വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഈ ഒരു മണ്ണിനടിയിലുള്ള ഒരു ഭാഗമാണിത്. അങ്ങനെ അതിനുള്ളിലൂടെ ഇവിടെ നടന്ന് വെളിയിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ ഒരുപാട് പേരെ കൊന്നിട്ടിട്ടുണ്ട്. അവരുടെ എല്ലാവരുടെ അഴുകിയ ശരീരമല്ല അവൾ കണ്ടിട്ട് ആകെ വല്ലാണ്ടായി അതിനിടയിലൂടെ നടന്നിങ്ങനെ വരികയാണ്. അങ്ങനെ നത്താശയായാലും ആ ഒരു മുകളിലേക്ക് പോകാനായിട്ടുള്ള ഏണിയിലൂടെ കയറുമ്പോഴത്തേക്കും ചാർലി അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നു. അപ്പൊ ഇവളാണെങ്കിലും പെട്ടെന്ന് അവിടെ മരിച്ചു കിടക്കുന്നുണ്ടല്ലോ, അവരുടെ എല്ലാവരുടെയും ഇടയിലേക്ക് കയറിയും കിടക്കും. എന്നിട്ടൊരു ടാർപ്പ് വെച്ചങ്ങ് മൂടും. അപ്പോൾ ചാർലി താഴേക്ക് ഇറങ്ങി എല്ലായിടെ ഇങ്ങനെ നോക്കാണ്. അതുമല്ല അവൻ മണത്തും കണ്ടുപിടിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ശവങ്ങൾക്കിടയിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ അത് അവൻ അറിയാൻ കഴിയുന്നില്ല. അങ്ങനെ ചാർലി അവിടെ നിന്ന് മറ്റൊരു വശത്തേക്ക് പോകുന്ന ഗ്യാപ്പില് നത്താശ പെട്ടെന്ന് അതിന് മുകളിലേക്ക് കയറുമ്പോഴത്തേക്കും ഇവരിവിടേക്ക് വരുമ്പോൾ ഇവരെ തടയാൻ ശ്രമിച്ചല്ലോ ഒരു അപ്പൂപ്പൻ. ആ ഒരു അപ്പൂപ്പൻ ഇപ്പോൾ ഇവിടേക്ക് വന്നു. അപ്പൂപ്പൻ അറിയാം എന്തായാലും ഇവർ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ പെടുവന്ന്. അങ്ങനെ അപ്പൂപ്പൻ വന്ന് നത്താശയെ വിളിച്ച് മുകളിലേക്ക് കയറ്റിയിട്ട് ഇത് ചാർലിയാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ അവൻ തന്നെയാണ്. ഓക്കെ എന്തായാലും ഇവിടെ നിൽക്കണ്ട, നമുക്ക് പോവാന്ന് പറഞ്ഞ് ഇവർ ഓടി വരുമ്പോഴത്തേക്കും നത്താശ ചോദിക്കുന്നില്ല നിങ്ങൾ പോലീസിനെ വിളിച്ചില്ലേ? ഇല്ല ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. ആ അടിപൊളി. ഒരു അപ്പൂപ്പൻ താടിനെ കൂടി ചാർലിക്ക് ഇപ്പോൾ കിട്ടി. അപ്പോൾ നത്താശ പറയും നിങ്ങൾ എന്താ ഇവിടെ നിൽക്കുന്നത്, ബാ പോവാന്ന് പറയുമ്പോൾ അപ്പൂപ്പൻ പറയും നീ അങ്ങോട്ട് പോ, ഞാനിപ്പോൾ വരാന്ന് പറഞ്ഞ് നിൽക്കുന്നതും അപ്പൂപ്പന്റെ പുറകെ തന്നെ ചാർലി ഉണ്ടായിരുന്നു. ഇത് അപ്പൂപ്പൻ കാണുന്നില്ല. നത്താശ ഓടി കാറിന്റെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും അപ്പൂപ്പൻ അവിടെ നിൽക്കല്ലേ. ചാർലി ആണെങ്കിൽ തന്റെ കയ്യിൽ ആ ഒരു കോടാലി എടുത്ത് അപ്പൂപ്പന്റെ മുതുകിലേക്ക് ഒരു ഒറ്റയേറ്. നത്താശ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അപ്പൂപ്പൻ താഴെ കിടക്കുന്നു. ചാർലി അണ്ണൻ നത്താശയെ നോക്കി ഇങ്ങനെ നിൽക്കാണ്. ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴത്തേക്കാണ് അപ്പൂപ്പൻ കൊണ്ടുവന്ന ഒരു തോക്ക് അവിടെ കിടക്കുന്നത് നമ്മുടെ നത്താശ കണ്ട് പെട്ടെന്ന് അതെടുത്ത് ചാർലി അങ്ങനെ ഷൂട്ട് ചെയ്യും. ചാർലി പെട്ടെന്ന് താഴേക്ക് വന്ന് വീഴുന്നതും അവൾ അവിടെ നിന്ന് ഓടിപ്പോവല്ലേ. പതിയെ അവന്റെ അടുത്തേക്ക് ഒന്നും അവൻ ചത്തോ ഇല്ലേന്ന് നോക്കാണ്. അപ്പോഴെന്തായാലും അവൻ അനക്കമില്ല. അതുപോലെ രണ്ടാമത് ആ ഒരു തോക്ക് ലോഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിപ്പോ ലോഡ് ആവുന്നില്ല. ശരി എന്തായാലും അവൻ മരിച്ചു എന്ന് വിചാരിച്ചിട്ട് അവള് പെട്ടെന്ന് തിരിച്ച് ആ ഒരു അപ്പൂപ്പന്റെ വണ്ടിയുടെ അടുത്തേക്ക് വരും. എന്നിട്ട് ഡോർ തുറക്കാൻ ശ്രമിക്കുമ്പോൾ ഡോർ തുറക്കാൻ കഴിയുന്നില്ല. കാരണം ആ ഒരു കീ ആണല്ലോ അത് വണ്ടിക്കകത്ത് ഇട്ടേക്കാണ്. അങ്ങനെ അവളായാലും കൈയെത്തി ആ ഒരു കീ എടുക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു ഡോറിന്റെ ഗ്ലാസ്സിലൂടെ ഒരു കാഴ്ച കാണുന്നത്. ചാർലി പുറകിൽ നിൽക്കുന്നു. എന്നിട്ട് അവൻ നത്താശയുടെ അടുത്തേക്ക് പെട്ടെന്ന് വന്ന് അവൾ വെച്ചിരുന്ന ആ ഒരു തോക്കുണ്ടല്ലോ അത് അവളുടെ വയറിലേക്ക് കുത്തിയിറക്കി ആ തോക്ക് ഉൾപ്പെടെ അവളെ പൊക്കി അങ്ങ് എടുക്കുകയാണ്. എന്നിട്ട് ആ ഒരു തോക്ക് വലിച്ചു വരുമ്പോഴത്തേക്കും നത്താശയുടെ കാര്യവും അവിടെ വെച്ച് അവസാനിച്ചു. ഇനിയിപ്പോ എന്താണ്, അവളുടെ ശരീരം വലിച്ചെടുത്തോണ്ട് പോവാണ്. വേറെ ഒന്നുമല്ല, ചാർലിക്ക് ഇനിയിപ്പോ 2-3 മാസത്തേക്കുള്ള ഫുഡായി. അത്രേ ഉള്ളൂ. അതോടെ ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുന്നു. അപ്പൊ എങ്ങനെയുണ്ട്? അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയ്ക്കും ബൈ.